നെർവസ് സിസ്റ്റം. ഏതൊക്കെയാണ് അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ ആണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രെയിനിനെ കുറിച്ചാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് it's a processing center of the body and consists of the brain and spinal cord, which are protected by 3 layers of membrane known as meninges. The brain is encased within the hard bones of the skull, and spinal cord is protected with the bony vertebrae of our backbones. അതായത് നമ്മൾ ഈ ഭാഗത്ത് വരുന്നതിനായിട്ട് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ബ്രെയിനിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വരുന്ന നമ്മുടെ ഈ ബാക്ക് ബോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം പറയുന്നത് ഈ ഒരു സ്പൈനൽ കോഡും നമ്മുടെ ബ്രെയിനും അടങ്ങിയിട്ടുള്ളതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇതിൽ കാണിക്കുന്നുണ്ട് ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, ഇതിൽ മെനിഞ്ചസ് എന്ന് പറയുന്ന 3 layers ഓഫ് മെംബ്രെയിൻ വഴി അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഹാർഡ് ബോൺസിന്റെ ഒരു സ്കള്ളിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. അതേപോലെ ബോണി വെർട്ടിബ്രേ കൊണ്ടാണ് നമ്മുടെ അതായത് നമ്മുടെ ബാക്ക് ബോൺസിന്റെ ബോണി വെർട്ടിബ്രേ കൊണ്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഭാഗത്തുള്ളതിനാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയാം. ബ്രെയിൻ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബ്രെയിൻ എന്താണ്. സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അറേഞ്ച് ഇൻ 2 layers. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് 2 layers-ലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോംഡ് ഓഫ് നെർവ് സെൽ ബോഡീസ്. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോമ, അതായത് നമ്മുടെ ന്യൂറോണിന്റെ സെൽ ബോഡി കൊണ്ട് ഉണ്ടായി വരുന്നിട്ടുള്ള ലെയർ ആണ് ഗ്രേ മാറ്റർ. വൈറ്റ് മാറ്റർ ഓൾമോസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ആക്സോൺസ് വഴിയാണ് വൈറ്റ് മാറ്റർ ഉണ്ടാവുന്നത്. അപ്പൊ ബ്രെയിനിലേക്ക് വരുമ്പോൾ വൈറ്റ് മാറ്റർ ആണ് ഉള്ളില്, ഗ്രേ മാറ്റർ ആണ് പുറത്ത്. സ്പൈനൽ കോഡിൽ നേരെ തിരിച്ച് ഗ്രേ മാറ്റർ ആണ് ഇന്നർ പാർട്ട് ആൻഡ് വൈറ്റ് മാറ്റർ ആണ് ഔട്ടർ പാർട്ട്. ഓക്കെ, 2 layers, ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. ഇതല്ലാതെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് 3 layers ഓഫ് മെനിഞ്ചസ് വഴി പ്രൊട്ടക്റ്റഡ് ആണ്. അതിൽ 3 layers ഓഫ് മെനിഞ്ചസ് എന്തൊക്കെയാണ്? ഔട്ടറില് ഡ്യൂറ മാറ്റർ, മിഡിലില് അറക്കനോയിഡ് മാറ്റർ ആൻഡ് ലാസ്റ്റ് പിയ മാറ്റർ. ഡ്യൂറ മാറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. മിഡിലിൽ വരുമ്പോൾ കുറച്ചുകൂടി വെബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അത് വരിക. അതായത് ഇൻഡോ കണക്റ്റഡ് ആയിട്ട് വെബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും വരിക. ആൻഡ് ഇന്നറിലേക്ക് പിയ മാറ്ററിലേക്ക് വരുമ്പോൾ അതൊരു സോഫ്റ്റ് മാറ്റർ ആണ് ഇന്നർ പിയ മാറ്റർ. അതങ്ങനെ ഔട്ടർ ഡ്യൂറ മാറ്റർ, മിഡിൽ അർക്കനോയിഡ് മാറ്റർ ആൻഡ് ഇന്നർ പിയ മാറ്റർ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഔട്ടറിലേതാ, മിഡിലേതാ, ഇന്നറിൽ വരിക. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മെനിഞ്ചസിന്റെ ഈ 3 layers എന്ന് പറഞ്ഞത്. ഈ 3 layers ആണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന 3 layers-ഉം മറ്റത് അറേഞ്ച് ചെയ്തിരിക്കുന്ന 2 layers-ഉം, ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. ഈ മെനിഞ്ചസിൽ വരുന്ന ഇൻഫ്ലമേഷൻ മെനഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം നമുക്ക് ഉണ്ടാക്കും. ഈ മെനിഞ്ചസിൽ വരുന്ന ഇൻഫ്ലമേഷൻ. ഓക്കെ, ഇതാണ് ഒരു ജനറൽ വ്യൂ അബൌട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇനി നമ്മൾ പോകുന്നത് ബ്രെയിനിനെ കുറിച്ചാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് നമ്മൾ എത്ര പഠിച്ചാലും വീണ്ടും പഠിക്കണം. നമുക്ക് പുതിയ പുതിയ ടോപ്പിക്സ് പഠിക്കാൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ബ്രെയിൻ. കാരണം ബ്രെയിൻ ആസ് കണക്റ്റഡ് ടു എവ്രിവർ അല്ലെ. സോ ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ള, അതായത് കൺഫ്യൂഷൻ വരാനുള്ള കുറേ ലൊക്കേഷൻസും സ്ട്രക്ചേഴ്സും ഒക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ മാറിപ്പോവാനുള്ള ഒരു ഭയങ്കര ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ബ്രെയിൻ. കമ്പാരിങ് ടു ബ്രെയിൻ, സ്പൈനൽ കോഡ് ഈസിയാണ്. ഓക്കെ, നമുക്ക് ബ്രെയിനിലേക്ക് വരാം. ബ്രെയിൻ എന്ന് പറയുന്നത് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ. ഈ ഫോർ ബ്രെയിനെയാണ് നമ്മൾ പ്രോസെൻസെഫലോൺ എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ആ ഫോർ ബ്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2 തരംതിരിച്ചിട്ടുണ്ട്. ഡൈ എൻസെഫലോൺ ആൻഡ് ടെലി എൻസെഫലോൺ ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ഈ ഡൈ എൻസെഫലോണിൽ വരുന്നതാണ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ടെലി എൻസെഫലോണിൽ വരുന്നതോ സെറിബ്രൽ കോർട്ടെക്സ്, ഹിപ്പോകാമ്പസ് ആൻഡ് ബേസൽ ഗാംഗ്ലിയ. അപ്പൊ ഫോർ ബ്രെയിനിൽ വരുന്നത് തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രൽ കോർട്ടെക്സ്, ഹിപ്പോകാമ്പസ്, ബേസൽ ഗാംഗ്ലിയ. ഇതാണ് വരുന്നത്. ഇനി മിഡ് ബ്രെയിനോ? മിഡ് ബ്രെയിൻ ഇസ് ആൾസോ നോൺ ആസ് മീസെൻസെഫലോൺ.
മീസ് എൻസെഫലോൺ എന്നും കൂടിയാണ് മിഡ് ബ്രെയിനെ പറയുന്നത്. അതിൽ ടെക്ടം വരുന്നുണ്ട്, ടെഗ്മെന്റം വരുന്നുണ്ട്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കൊളിക്കസ് വരുന്നുണ്ട്, ആൻഡ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ന്യൂ വേർഡ് ആയിരിക്കും. തലാമസ് ഹൈപ്പോതലാമസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ സബ്സ്റ്റാൻഷ്യ നിഗ്ര, ടെക്ടം ഒക്കെ എന്ന് പറയുന്നത് കുറച്ചൊരു ന്യൂ വേർഡ് ആയിരിക്കും. ദെൻ ഹിൻഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ റോംബ് എൻസെഫലോൺ എന്നാണ് ഹിൻഡ് ബ്രെയിനിനെ നമ്മൾ പറയുന്ന പേര്. ഫോർ ബ്രെയിൻ is also known as prosencephalon, midbrain is also known as mesencephalon, and hindbrain is also known as rhombencephalon. ഓക്കെ, ഈ ഹിൻഡ് ബ്രെയിന് നേരത്തെ നമ്മൾ ഫോർ ബ്രെയിൻ പറഞ്ഞ പോലെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, മെറ്റാ എൻസെഫലോൺ ആൻഡ് മൈൽ എൻസെഫലോൺ. ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, കുറച്ച് ടഫും ആയിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മളത് കുറെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫോർ ബ്രെയിൻ ഡൈ, ടെൽ, മിഡ് ബ്രെയിൻ അങ്ങനെ തരംതിരിച്ചിട്ടില്ല. ഹിൻഡ് ബ്രെയിന് മെറ്റ ആൻഡ് മൈൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇതില് മെറ്റ എൻസെഫലോണിൽ വരുന്ന മൊത്തത്തിൽ ഹിൻഡ് ബ്രെയിനിൽ വരുന്ന മെഡുല്ല, പോൺസ് ആൻഡ് സെറിബലം ആണ്. അതിൽ മെറ്റ എൻസെഫലോണിൽ വരുന്നത് പോൺസും സെറിബലവും, മൈൽ എൻസെഫലോണിൽ വരുന്നത് മെഡുല്ല. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് സാധനം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, മെഡുല്ല ഓർ മെഡുല്ല. ഓക്കെ, ഇതാണ് ഈ ഒരു നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ. ഈ പ്രോസെൻസെഫലോൺ എന്നാണ് ഫോർ ബ്രെയിനെ പറയാ, മിഡ് ബ്രെയിനെ മീസെൻസെഫലോൺ, ഹിൻഡ് ബ്രെയിനെ റോംബെൻസെഫലോൺ. ഫോർ ബ്രെയിൻ ഇസ് ഡിവൈഡഡ് ഇൻടു ഡൈഎൻസെഫലോൺ ആൻഡ് ടെലിയെൻസെഫലോൺ. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രൽ കോർട്ടെക്സ്, ഹിപ്പോക്യാമ്പസ് ആൻഡ് ബേസൽ ഗാംഗ്ലിയ. മിഡ് ബ്രെയിനിലെ ടെക്ടം, ടെഗ്മെന്റം, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കൊളിക്കസ് ആൻഡ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഹിൻഡ് ബ്രെയിനിൽ വരുന്നത് മെറ്റാൻസെഫലോൺ ആൻഡ് മൈലെൻസെഫലോൺ ആയിട്ട് ഹിൻഡ് ബ്രെയിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെറ്റാൻസെഫലോണിൽ വരുന്നത് പോൺസ് ആൻഡ് സെറിബലം, ആൻഡ് മൈലെൻസെഫലോണിൽ വരുന്നത് മെഡുല്ല അല്ലെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും ഈ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ ഓരോന്നും ഡീപ്ലി പഠിക്കാൻ പോവാണ്. ഓക്കെ, ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ലാർജസ്റ്റ് പോർഷൻ ആണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ആന്റീരിയർ ആൻഡ് പ്രോമിനന്റ് പാർട്ട് ഓഫ് ദ മമ്മേലിയൻ ബ്രെയിൻ. ഒരു മമ്മേലിയൻ ബ്രെയിനിലെ ഏറ്റവും ആന്റീരിയർ ആയിട്ട്, അത് മുന്നിൽ വരുന്ന അതേപോലെ പ്രോമിനന്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്ത് പറയുന്നത്, ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിന് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയറും ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. ഫോർ ബ്രെയിന് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് സെൻസറി ഇൻഫോർമേഷൻസിനെ റിസീവ് ചെയ്യുന്നത്. പക്ഷെ ഇത് കോൺട്രാലാറ്ററൽ ആണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബോഡി പാർട്ടിൽ വരുന്ന ഈ സെൻസറി ഇൻഫോർമേഷൻസിനെയൊക്കെ റിസീവ് ചെയ്യേണ്ട ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് റൈറ്റ് ബ്രെയിൻ ആയിരിക്കും, റൈറ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും. സെയിം നമ്മുടെ റൈറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. Then it contains the entire cerebrum and several structures directly nestled within it: the thalamus, hypothalamus, pineal gland, basal ganglia and limbic system. Entire cerebrum വരുന്നത് ഫോർ ബ്രെയിൻ ആണ്. ഇതല്ലാതെ തലാമസ്, ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ്, ബേസൽ ഗാംഗ്ലിയ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ലിംബിക് സിസ്റ്റം എല്ലാം വരുന്നത് ഫോർ ബ്രെയിനിലാണ്. ഓക്കെ, ഫോർ ബ്രെയിനിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഇമോഷൻസ്, മെമ്മറി, ഇതെല്ലാം ഹയർ മെന്റൽ എബിലിറ്റീസ് എല്ലാം ഫോർ ബ്രെയിൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, controls body temperature, reproductive functions, eating, sleeping and display of emotions. ഇതെല്ലാം വരുന്നത് ഫോർ ബ്രെയിനിലാണ്. ഓക്കെ, ഇനി ഫോർ ബ്രെയിനിൽ വരുന്ന പാർട്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെറിബ്രം ആൻഡ് സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രം. Cerebrum with its wrinkly, pinkish gray outer appearance makes up around 85% of the brain and consists of primarily of gray matter divided into two hemispheres. സെറിബ്രം എന്ന് പറയുന്നത് റിംഗ്ലി, പിങ്കിഷ്, നമ്മൾ ഈ ബ്രെയിൻ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞൊരു സാധനം കാണുന്നുണ്ടല്ലോ, അതാണ് സെറിബ്രം.
Wrinkly, pinkish, gray outer appearance makes up around 85% of the brain. ബ്രെയിനിന്റെ 85%ഉം സെറിബ്രമാണ്. ഈ സെറിബ്രം ആണ് രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാലാറ്ററൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ സെറിബ്രത്തിന്റെ ഔട്ടർ ലെയറിനെയാണ് നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ സെറിബ്രൽ കോർട്ടെക്സ് ഞാൻ ഇപ്പൊ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് അതൊരു ടോപ്പിക്കായിട്ട് കാരണം സെറിബ്രൽ കോർട്ടെക്സ് കുറച്ചും കൂടി ഡീപ്ലി നമുക്ക് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അത് നമുക്ക് വേറെ ക്ലാസ്സിൽ എടുക്കാം. സെറിബ്രൽ കോർട്ടെക്സ് എന്നാണ് നമ്മുടെ സെറിബ്രത്തിന്റെ ഔട്ടർ ലെയറിനെ പറയുന്നത്. ആ സെറിബ്രൽ കോർട്ടെക്സ് വീണ്ടും 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്: ഫ്രണ്ടൽ, parietal, occipital and temporal. Frontal, parietal, occipital and temporal. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറിബ്രൽ കോർട്ടെക്സ് 4 ആക്കി തരംതിരിച്ച കാര്യം അതൊരു ബേസിക് ആയിട്ടൊരു സൈക്കോളജി സ്റ്റുഡന്റ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ 2 ഹെമിസ്ഫിയേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ബ്രിഡ്ജ് ചെയ്യുന്ന സംഭവത്തിനെയാണ്, ആ ഫൈബ്രസ് ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് സെറിബ്രം എന്ന് പറയുന്നത് റിംഗ്ലി പിങ്കിഷ് ആയിട്ടുള്ള നമ്മുടെ 85% ഓഫ് ബ്രെയിനിലുള്ളതാണ് സെറിബ്രം. അതിന്റെ ഔട്ടർ ലെയറിന് നമ്മൾ എന്ത് പറയും? സെറിബ്രൽ കോർട്ടെക്സ്. അത് 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്: ഫ്രണ്ടൽ, parietal, occipital, temporal. എന്നിട്ട് ഈ രണ്ട് ഹെമിസ്ഫിയർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ബ്രിഡ്ജിനെയാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഈ സെറിബ്രത്തിന്റെ കോമൺ കാര്യം എന്തെന്ന് വെച്ചാൽ, മീൻസ് ഇമ്പോർട്ടൻറ്റ് ബ്രെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് തിങ്കിങ്, പ്ലാനിങ്, റീസണിങ്, ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇന്റർപ്രറ്റിംഗ് and processing inputs from our senses such as vision, touch, hearing, taste and smell. അതായത് തിങ്കിങ്, പ്ലാനിങ് എന്നൊക്കെ പോലത്തെ ഹയർ മെന്റൽ എബിലിറ്റീസ് വരുന്നത് സെറിബ്രത്തിലാണ്. അപ്പൊ ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് കോംപ്ലക്സ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ആണ്. അതിൽ മെയിൻലി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രത്തിലാണ് അത് വരുന്നത്. ഓക്കെ, ക്ലിയർ? സെറിബ്രം എന്ന് പറയുന്നത് ഫോർ ബ്രെയിന്റെ ഏറ്റവും 85% ഓഫ് ദ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബ്രം ആണ്. അത് അതിന്റെ ഔട്ടർ ലെയറിന് നമ്മൾ എന്ത് പറയും? സെറിബ്രൽ കോർട്ടെക്സ്. അത് 4 ആക്കി തരംതിരിച്ചു. പിന്നെ കോർപ്പസ് കലോസം, അതായത് ഈ രണ്ട് ഹെമിസ്ഫിയർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബ്രിഡ്ജിനെ നമ്മൾ എന്തെന്ന് പറയും? കോർപ്പസ് കലോസം. പിന്നെ അത് സെറിബ്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്താ പറയാ ഫങ്ഷൻസ് എന്ന് പറയുന്നത് തിങ്കിങ്, പ്ലാനിങ്, റീസണിങ്, ലാംഗ്വേജ് പ്രോസസ്സിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പോകുന്നത് തലാമസിലേക്കാണ്. Thalamus is a pair of structures in the center of forebrain. ഫോർബ്രെയിന്റെ സെന്ററിൽ വരുന്ന പെയർ ഓഫ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ തലാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അത് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. Most sensory information goes first to thalamus, and which processes it and sends output to the cerebral cortex, thus called the release center for the sensation. അതായത് നമ്മളെ ബോഡിയിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഫസ്റ്റ് ചെല്ലുന്നത് തലാമസിലേക്കായിരിക്കും. എന്നിട്ട് തലാമസ് ആണ് അത് പ്രോസസ് ചെയ്തിട്ട് അതിന് ഇമ്പോർട്ടൻ്റ് ഏതാണോ അത് സെറിബ്രൽ കോർട്ടെക്സിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ എല്ലാ സെൻസസും എല്ലാ ഇൻഫോർമേഷൻസും കൊടുക്കുന്നത് തലാമസിലേക്കാണ് ഫസ്റ്റ് എങ്കിൽ, ഓൾഫാക്ടറി ഇൻഫോർമേഷൻസ് മാത്രം ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് നേരെ കൊടുക്കുന്നത് ഈ ഇൻഫോർമേഷൻസിനെ കൊടുക്കുന്ന ഓൾഫാക്ടറി ബൾബാണ്. എന്നിട്ട് ഈ ഓൾഫാക്ടറി ബൾബാണ് സെറിബ്രൽ കോർട്ടെക്സിലേക്ക് ആ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്. ബാക്കി എല്ലാ സെൻസസും തലാമസ് ആണ് സെറിബ്രൽ കോർട്ടെക്സിലേക്ക് കൊടുക്കുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. അതായത് നമ്മുടെ ഓൾഫാക്ടറി ഇൻഫോർമേഷൻസ് ഒഴികെ ബാക്കി എല്ലാ സെൻസസും തലാമസ് ആണ് പ്രോസസ് ചെയ്യുന്നത്. പക്ഷെ ഓൾഫാക്ടറി ഇൻഫോർമേഷൻ മാത്രം ഓൾഫാക്ടറി ബൾബ്സ് പ്രോസസ് ചെയ്തിട്ട് സെറിബ്രൽ കോർട്ടെക്സിലേക്ക് കൊടുക്കും. ഓക്കെ, തലാമസ് സ്ക്രീൻസ് ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ആവശ്യമില്ലാത്ത ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഒക്കെ
റിമൂവ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻസറി ഇമ്പൾസസ് അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊമാറ്റോ സെൻസറി കോട്ടക്സ്, അത് വിഷ്വൽ കോട്ടക്സിലേക്കാണോ അതോ ഓഡിറ്ററി കോട്ടക്സിലേക്കാണോ, അതിന്റെ കൃത്യമായിട്ടുള്ള സൊമാറ്റോ സെൻസറി കോട്ടക്സിലേക്ക് കൊടുക്കുന്നതാണ് തലാമസിന്റെ പണി. That's why it's called as release center for the sensations. സെൻസേഷൻസിന്റെ റിലേ സെന്റർ ആയിട്ടാണ് നമ്മൾ തലാമസിനെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പോവാം. ഹൈപ്പോതലാമസ് ആണ് അടുത്തത്. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്പെസിഫിക് ന്യൂക്ലിയൈ ആൻഡ് അസോസിയേറ്റഡ് ഫൈബർ ദാറ്റ് ലൈ ബെനീത്ത് ദ തലാമസ്. തലാമസിന്റെ താഴെയിൽ നിൽക്കുന്ന കളക്ഷൻ ഓഫ് സ്പെസിഫിക് ന്യൂക്ലിയൈ ആണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസിന്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോണോമിക് മോട്ടോർ സിസ്റ്റത്തിനെ, ഓട്ടോണോമിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ മോട്ടോർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പോതലാമസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. ഇതല്ലാതെ ഇതെന്ത് ചെയ്യും? ഹോമിയോസ്റ്റാറ്റിക് ഫങ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സെന്ററും കൂടിയാണ്. ഹോമിയോസ്റ്റാറ്റിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു ഇൻബാലൻസിങ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് വേണം. ആ ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഇന്റേണൽ എൻവയോൺമെന്റിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഹോമിയോസ്റ്റാറ്റിക് ഫങ്ഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോമിയോസ്റ്റാറ്റിക് ഫങ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ആണ് ഹൈപ്പോതലാമസ്. അതേപോലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടി ഒരു കണക്ഷൻ വെക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, it conveys messages to the pituitary gland partially through nerves and partially through hypothalamic hormone to alter the release of hormones by the pituitary. പിറ്റ്യൂട്ടറിയോട് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഈ നെർവ്സിലൂടെ, പകുതി നെർവ്സിലൂടെയും അല്ലെങ്കിൽ പകുതി ഹൈപ്പോതലാമിക് ഹോർമോൺസിലൂടെയും പിറ്റ്യൂട്ടറിക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അതായത് പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഹൈപ്പോതലാമസ് ചെയ്യുന്നത്, ഹൈപ്പോതലാമസിന്റെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോണോമിക് മോട്ടോർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക. ഒരുപാട് ഹോമിയോസ്റ്റാറ്റിക് ഫങ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. മൂന്നാമത്തത് എൻഡോക്രൈൻ ഗ്ലാൻഡും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും തമ്മിൽ ഒരു കണക്ഷൻ വെക്കുക. പിന്നെ പിറ്റ്യൂട്ടറിയിലേക്ക് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് പിറ്റ്യൂട്ടറിയോട് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളതാണ് ഹൈപ്പോതലാമസിന്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പിറ്റ്യൂട്ടറി ആൻഡ് പീനിയൽ ഗ്ലാൻഡ്. നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്, പക്ഷെ നമ്മുടെ ബ്രെയിനിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫോർ ബ്രെയിനിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോതലാമസിന് മെസ്സേജസ് വരും. എന്നിട്ട് പിറ്റ്യൂട്ടറി അത് സിന്തസൈസ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. എന്നിട്ട് അത് ബ്ലഡ് സ്ട്രീംസ് ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ക്യാരി ചെയ്യും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ ഹോർമോൺസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് മാസ്റ്റർ ഗ്ലാൻഡ് ആയിട്ട് പറയുന്നത്. ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതില് പ്രൊലാക്റ്റിൻ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ, അങ്ങനത്തെ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. It is called as master gland of the body because its secretion controls the timing and amount of hormones secreted by the other endocrine glands. Other endocrine organs in the hormones in the secretion, the എമൗണ്ടിനെയും ടൈമിങ്ങിനെയും എഫക്ട് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ്സ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതുകൊണ്ട് തന്നെ അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കാനാണ്, വേറെ ഒരു ഹോർമോണും ഇല്ല, മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്താ? മെലാറ്റോണിൻ ഒക്കെ കുറെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മെലാറ്റോണിൻ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, നമ്മുടെ ഉറക്കം തരുന്ന നമ്മുടെ ഹോർമോണിനെയാണ് നമ്മൾ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്. ഇറ്റ്സ് എ ടൈനി പൈൻകോൺ ഷേപ്ഡ് ഗ്ലാൻഡ് stuck between the two lobes of thalamus. തലാമസ് ലെഫ്റ്റ് റൈറ്റ് ലോബ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ ലെഫ്റ്റ് റൈറ്റ് ലോബ്സിന്റെ ഇൻ ബിറ്റ്വീൻ അതിൽ ഇരിക്കുന്ന ഒരു ടൈനി കുഞ്ഞ ഒരു ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്, വിച്ച് പ്രൊഡ്യൂസസ് മെലാറ്റോണിൻ, വിച്ച് ഇസ് എ സ്ലീപ്പ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരുപാട് ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പീനിയൽ ഗ്ലാൻഡ് ഒരൊറ്റ ഹോർമോണുള്ള മെലാറ്റോണിൻ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ബേസൽ ഗാംഗ്ലിയ ആൻഡ് ലിംബിക് സിസ്റ്റം. ഇതും ഫോർ ബ്രെയിനിൽ വരുന്നതാണ്. ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹെമിസ്ഫിയറിന് ബിനീത്ത് ആയിട്ട് നിൽക്കുന്ന ലാർജ് നോട്ട്സ് ഓഫ് ന്യൂറോൺസിന്റെ ലാർജ് നോട്ട്സിനെയാണ് നമ്മൾ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഈ ബേസൽ ഗാംഗ്ലിയ നിങ്ങൾക്ക് എവിടെ കേട്ടാലും അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ ഫങ്ഷൻസിനെ പ്രോഗ്രാം ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ബേസൽ ഗാംഗ്ലിയയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ് പറഞ്ഞാൽ നമ്മൾ കൈ അനക്കുന്നത്, കാലനക്കുന്നത്, ആ പരിപാടിയൊക്കെ ആ ഫങ്ഷൻസിനെ പ്രോഗ്രാം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസൽ ഗാംഗ്ലിയയുടെ ഫംഗ്ഷൻ. ബേസൽ ഗാംഗ്ലിയ എവിടെ കേട്ടാലും അതിന്റെ ഫംഗ്ഷൻ മോട്ടോർ ഫങ്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പാർക്കിൻസൺ ഡിസീസസ് പോലത്തെ ആൾക്കാര്, പാർക്കിൻസൺ പേഷ്യൻസിനൊക്കെ ബേസൽ ഗാംഗ്ലിയ നന്നായിട്ട് എഫക്റ്റഡ് ആവും. അതുകൊണ്ടാണ് അവർക്ക് ട്രെമേഴ്സ് വരുന്നത്, അത് കൈ വിറയ്ക്കല് വരുന്നതും, വർത്തമാനം പറയുമ്പോൾ വിറയ്ക്കുന്നതും, അതേപോലെ തന്നെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ വരുന്നത് ബേസൽ ഗാംഗ്ലിയനെ ആ ഒരു അസുഖം എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റം ഇതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ലിംബിക് സിസ്റ്റം ഇതേപോലെ നിങ്ങൾക്ക് എപ്പോൾ കേട്ടാലും ഓർമ്മ വരുന്നത് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ട് ലിംബിക് സിസ്റ്റം. നേരത്തെ നമ്മൾ മോട്ടോർ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയ ആണെങ്കിൽ, ലിംബിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് നിങ്ങളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ട്, ദാറ്റ് ഇസ് ലിംബിക് സിസ്റ്റം. ഓക്കെ, limbic system, a form border around the brainstem, and it's the part of the brain involved in our behavioral and emotional responses. നേരത്തെ പറഞ്ഞു ബിഹേവിയറൽ ഇമോഷണൽ റെസ്പോൺസസിന് നമ്മളെ സഹായിക്കുന്നതാണ് ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റത്തിൽ അതല്ലാതെ നമ്മളെ സർവൈവലിന് വേണ്ട ബിഹേവിയേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ലിംബിക് സിസ്റ്റത്തിലാണ്. അതായത് നമ്മുടെ ഫീഡിങ്, റീപ്രൊഡക്ഷൻ, കെയറിംഗ് ഫോർ അവർ യങ്സ് ആൻഡ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു? ലിംബിക് സിസ്റ്റം. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരൊറ്റ ഇതല്ല, ഒരൊറ്റ ഓർഗൻ അല്ല, അല്ലെങ്കിൽ ഒരൊറ്റ പാർട്ടല്ല ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഇന്റഗ്രേഷൻ ഓഫ് മെനി പാർട്സ് ഓഫ് ദ ബ്രെയിൻ. അതിൽ തലാമസ് വരുന്നുണ്ട്, ഹൈപ്പോതലാമസും വരുന്നുണ്ട്, ബേസൽ ഗാംഗ്ലിയ, ഇത് മൂന്നും വരുന്നുണ്ട്. പക്ഷെ മെയിൻലി ഇതിൽ വരുന്നത് ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡാല. അമിഗ്ഡാല ആൻഡ് ഹിപ്പോകാമ്പസ് ഒക്കെ നമുക്ക് ന്യൂ പേരുകളായിരിക്കും. ഹിപ്പോകാമ്പസ് എന്താ, അമിഗ്ഡാല, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് ആണ്. എത്ര കാലം കഴിഞ്ഞാലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡാല എന്ന് പറയുന്ന രണ്ടെണ്ണം. അതായത് ലിംബിക് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത തലാമസ് ഹൈപ്പോതലാമസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഹിപ്പോകാമ്പസ് അമിഗ്ഡാല പറയാം. ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത് it's a large structure between the thalamus and cerebral cortex, mostly toward the posterior of the forebrain, and comes as a pair, one on each hemisphere of the brain. Pair ആയിട്ട് വേറെ സാധനം കൂടെ ഉണ്ടായിരുന്നു, അതായിരുന്നു തലാമസ്. പെയർ ആയിട്ട് നമുക്ക് പറയുന്നതാണ് തലാമസ്. അതുപോലെ പെയർ ആയിട്ട് പറയുന്നതാണ് ഹിപ്പോകാമ്പസ്. രണ്ട് ഹെമിസ്ഫിയറിലും ഓരോന്ന് വീതമുള്ളതാണ് ഹിപ്പോകാമ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിപ്പോകാമ്പസ് എന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ കേട്ട ഓർമ്മ വരേണ്ടത് മെമ്മറി എന്നാണ് ഹിപ്പോകാമ്പസിനെ കുറിച്ച് വരുന്നത്. കാരണം മെമ്മറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ടാണ് ഹിപ്പോകാമ്പസ്. ഓക്കെ, പീപ്പിൾ വിത്ത് ഹിപ്പോകാമ്പൽ ഡാമേജ് ഹാവ് trouble storing new memories, but they do not lose the memory they had before damage occurred. അതായത് പുതിയ മെമ്മറീസ് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഹിപ്പോകാമ്പസിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ മെമ്മറി സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഓൾറെഡി ഉള്ള മെമ്മറീസും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്പോകാമ്പസ് ഇസ് എസെൻഷ്യലി ദ മെമ്മറി സെന്റർ ഓഫ് അവർ ബ്രെയിൻ. ബ്രെയിനിന്റെ മെമ്മറി സെന്റർ ആണ് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്. ഈ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു എന്തെങ്കിലും സാധനം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പെർഫ്യൂം എടുക്കുന്ന സമയത്ത് ആ സ്മെല്ല് അടിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ഒരു കോളേജിന്റെ സമയത്തായിരിക്കും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്പ്രേ യൂസ് ചെയ്തിരുന്നത്. ആ സ്പ്രേ മണക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോളേജിന്റെ മെമ്മറീസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് വരും. അങ്ങനെ ഓരോ സെൻസസ് വഴി നമ്മളെ മെമ്മറീസ് അസോസിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഹിപ്പോകാമ്പസ് ആണ്. ഓക്കെ, അതേപോലെ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ പറയുന്നു ന്യൂറോൺസ് ഡിവൈഡ് ചെയ്യില്ല, അതായത് അവർ അഡൾട്ട് സെല്ലിന്ന് ഡിവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അത് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു,
ആ സ്ഥലമാണ് ഹിപ്പോ ക്യാമ്പസ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്രെയിനിൽ ന്യൂറോജെനിസിസ് നടക്കുന്ന ഏക സ്ഥലം ഹിപ്പോ ക്യാമ്പസ് ആണ്. ഓക്കെ, ക്ലിയർ? വെരി ഇമ്പോർട്ടന്റ് ആണ് ഹിപ്പോ ക്യാമ്പസ്. നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വന്നില്ലെങ്കിലും ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ മെമ്മറി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിനിന്റെ മെമ്മറി സെന്റർ എന്ന് പറയുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ്. ബ്രെയിനിന്റെ ഇമോഷൻ സെന്റർ ആണ് ലിംബിക് സിസ്റ്റം. അതിൽ വരുന്നതാണ് ഹിപ്പോ ക്യാമ്പസ് ആയാലും അമിഗ്ഡാല ആയാലും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അമിഗ്ഡാലയാണ്. അമിഗ്ഡാല എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രെയിനിൽ ഡീപ്പായിട്ട് മീഡിയൽ ടെമ്പോറൽ ലോബിലാണ് ഉണ്ടായിട്ടുള്ളത്. ഹിപ്പോ ക്യാമ്പസിന്റെ അടുത്തായിട്ടാണ് അമിഗ്ഡാല വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോ ക്യാമ്പസ് ഓർമ്മ വരണം എന്ന് പറഞ്ഞ പോലെ തന്നെ അമിഗ്ഡാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷൻ ഓർമ്മ വരണം. ലിംബിക് സിസ്റ്റത്തിന്റെ ഇമോഷൻ റെസ്പോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്ന സെൻട്രൽ റോള് വഹിക്കുന്നത് അമിഗ്ഡാലയാണ്. പ്ലഷർ, ഫിയർ, ആങ്സൈറ്റി, ആങ്കർ എന്ത് തരം ഇമോഷൻസ് ആയാലും അതിൽ സെൻട്രൽ റോൾ ഉള്ളത് അമിഗ്ഡാലയ്ക്കാണ്. The amygdala also attaches emotion content to our memories and so plays an important role in determining how those memories are stored. Memories that have strong emotional meaning tend to stick. അതായത് നമ്മുടെ മെമ്മറീസിനെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യുന്നത് അമിഗ്ഡാലയാണ്. ഇപ്പൊ ചില മെമ്മറി ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ വരും അല്ലെ? അപ്പൊ ആ ഒരു കണക്ഷൻ, ആ ഇമോഷനെയും മെമ്മറിയെയും കണക്ട് ചെയ്യുന്നത് അമിഗ്ഡാലയാണ്. ക്ലിയർ? അപ്പോൾ ലിംബിക് സിസ്റ്റത്തിൽ തലാമസ്, ഹൈപ്പോതലാമസ്, ബേസൽ ഗാംഗ്ലിയ, അതല്ലാതെ ഇമ്പോർട്ടന്റ്ലി നമ്മൾ പറയേണ്ടത് ഹിപ്പോ ക്യാമ്പസ് ആൻഡ് അമിഗ്ഡാല. ഹിപ്പോ ക്യാമ്പസ് എന്ന് ഓർത്ത മെമ്മറി, അമിഗ്ഡാല ഇമോഷൻ. ഇത്രയെങ്കിലും ഇതിനെക്കുറിച്ച് ഓർത്ത് വെച്ചിരിക്കണം, എന്നാൽ ബാക്കി നമുക്ക് കിട്ടും. നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ്, അമിഗ്ഡാല ഇമോഷൻ. ഓക്കെ, ഇത്രയാണ് ലിംബിക് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത്. ഇതാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ആ സെറിബ്രൽ കോർട്ടെക്സ്, ഔട്ടർ ലെയർ ഓഫ് സെറിബ്രം ആണ് സെറിബ്രൽ കോർട്ടെക്സ് നമ്മൾ പറഞ്ഞു. കോർപ്പസ് കലോസം, തലാമസ്, ഹൈപ്പോതലാമസ്, അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ് ഒക്കെ പറഞ്ഞു. ഈ തലാമസ്, ഹൈപ്പോതലാമസ്, അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ്, ബേസൽ ഗാംഗ്ലിയ, ഇതാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൻലി ഹൈപ്പോതലാമസ് ആൻഡ് അമിഗ്ഡാല. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ്, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിൻ സെന്റർ ഏതാന്ന് സ്പെസിഫിക്കലി ചോദിച്ചാൽ അമിഗ്ഡാല എന്ന് എഴുതണം. അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലിംബിക് സിസ്റ്റം ആക്കി എഴുതാം. ആൻഡ് മെമ്മറി എന്ന് വെച്ചാൽ ഹൈപ്പോ ക്യാമ്പസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഫോർ ബ്രെയിൻ കഴിഞ്ഞു, ഇനി നമ്മൾ പോകുന്നത് മിഡ് ബ്രെയിനിലേക്കാണ്. മിഡ് ബ്രെയിൻ ഫോർ ബ്രെയിൻ അത്ര ഭയങ്കര ലെങ്തി അല്ല. മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഓഫ് ദി ബ്രെയിനിന്റെ ബേസ് ഭാഗത്ത് നമ്മൾ അത് ഫസ്റ്റ് സ്ട്രക്ചറിൽ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ബേസ് ഭാഗത്ത് വരുന്നതിനാണ് നമ്മൾ ബ്രെയിനിന്റെ ബേസ് ഭാഗത്ത് വരുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മിഡ് ബ്രെയിൻ നാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ തമ്മിൽ വരുന്ന കണക്ഷൻ പോയിന്റ് ആണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൽ ടെക്ടം, ടെഗ്മെന്റം, സബ്സ്റ്റാൻഷ്യ നിഗ്ര, ഇത് മൂന്നുമാണ് ഉള്ളത്. ടെക്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാറ്റിൻ വേർഡ് ഫോർ റൂഫ് എന്ന് പറയുന്നതിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ടെക്ടം. ടെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂഫ് ഓഫ് ദി മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിന്റെ റൂഫ് പാർട്ടിനെയാണ് നമ്മൾ ടെക്ടം പറയുന്നത്. ആ ടെക്ടത്തിന്റെ ഈച്ച് സൈഡിലും രണ്ട് സ്വെല്ലിംഗ് ഉണ്ട്. അതാണ് സുപ്പീരിയർ കൊലിക്കസ് ആൻഡ് ഇൻഫീരിയർ കൊലിക്കസ് എന്ന് പറയുന്നത്. അതില് ടെക്ടത്തിന്റെ രണ്ട് സൈഡിൽ വരുന്ന ഒരു ബൾജിനെയാണ് നമ്മൾ സുപ്പീരിയർ കൊലിക്കസ് ആൻഡ് ഇൻഫീരിയർ കൊലിക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ സുപ്പീരിയർ കൊലിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിയറിങ്ങിനെ പ്രോസസ് ചെയ്യുന്നത്, ഇൻഫീരിയർ കൊലിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിങ്ങിനെ പ്രോസസ് ചെയ്യുന്നതും സുപ്പീരിയർ കൊലിക്കസ് എന്ന് പറഞ്ഞാൽ വിഷനെ പ്രോസസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്ടത്തിൽ വരുന്ന രണ്ട് ബൾജിനെയാണ് നമ്മൾ സുപ്പീരിയർ കൊലിക്കസ് ആൻഡ് ഇൻഫീരിയർ കൊലിക്കസ് എന്ന് പറഞ്ഞാൽ, ഇൻഫീരിയർ കൊലിക്കസ് ഇസ് ഫോർ ഹിയറിംഗ് and superior collicus is for vision. Okay, this is very important. ഇനി നമ്മൾ പറഞ്ഞത് ടെഗ്മെന്റം ആണ്. ടെഗ്മെന്റം എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് മിഡ് ബ്രെയിൻ ആണ്. ടെക്ടത്തിന്റെ അണ്ടറിൽ വരുന്ന ടെക്ടത്തിന്റെ അണ്ടറിൽ ഉദ്ദേശിക്കുന്നത് ടെക്ടത്തിന്റെ അണ്ടറിൽ ലൊക്കേഷൻ വരുന്നതാണ് ടെഗ്മെന്റം.
Tegmentum includes the nuclei for the third and fourth cranial nerves, parts of the reticular formation and extension of the pathways between the forebrain and the spinal cord or hidbrain. ഹിഡ്ബ്രെയിൻ്റെയും സ്പൈനൽ കോഡിൻ്റെ പാത്വേസിന്റെ എക്സ്റ്റൻഷൻ പറയുന്നുണ്ട്, റെക്ടിക്കുലാർ ഫോർമേഷൻ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫോർത്ത് ആൻഡ് തേർഡ് ക്രാനിയൽ നെർവ്സിന്റെ ന്യൂക്ലിയർ, ഇതെല്ലാം ചേർന്നതാണ് ടെഗ്മെന്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. Substantia nigra എന്ന് പറഞ്ഞാൽ darkly pigmented cluster of neurons with cells containing melanin, the sleep hormone. Okay, darkly pigmented cluster of neurons with melanin. Melanin ഉള്ളത് സബ്സ്റ്റാൻഷ്യ നിഗ്രയിലാണ്. സബ്സ്റ്റാൻഷ്യ നിഗ്രയുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സബ്സ്റ്റാൻഷ്യ നിഗ്ര നിന്നാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഇത് മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റാൻഷ്യ നിഗ്ര ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം dopamine is produced from substantia nigra. Okay, this layer of neurons is an important relay station for nerve signals of CNS system that coordinate our movements. ഇതും നമ്മുടെ മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പാർക്കിൻസൺ ഡിസീസിലൊക്കെ സബ്സ്റ്റാൻഷ്യ നിഗ്രയാണ് കൂടുതലായിട്ടും സ്പെസിഫിക്കലി ഡാമേജ്ഡ് ആവുന്നത്. ഇതെല്ലാം നമ്മൾ വേറൊരു സ്ഥലം കൂടി മോട്ടോറിന്റെ പറഞ്ഞിരുന്നു, ബേസൽ ഗാംഗ്ലിയ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വയ്ക്കുന്നത് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ട് ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. സോ ദിസ് ആർ ദ 3 ഡിവിഷൻസ് ഓഫ് മിഡ് ബ്രെയിൻ. അതിലൊന്ന് നമ്മൾ പറഞ്ഞു ടെക്ടം പറഞ്ഞു, ടെഗ്മെന്റം. ടെക്ടത്തില് സുപ്പീരിയർ ഓൺ ഇൻഫീരിയർ കൊലിക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ സബ്സ്റ്റാൻഷ്യ നിഗ്ര പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഹിൻഡ് ബ്രെയിനിലേക്കാണ്. ഹിൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് അറ്റ് ദ ലോവസ്റ്റ് ബാക്ക് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ലോവസ്റ്റ് ബാക്ക് പോർഷനിലാണ് ഹിൻഡ് ബ്രെയിൻ നിൽക്കുന്നത്. അതിൽ പോൺസ്, സെറിബലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഈ 3 കാര്യങ്ങളാണ് ഹിൻഡ് ബ്രെയിനിൽ വരുന്നത്. ഫംഗ്ഷൻ: it supports the vital body processes and provides connection between spinal cord and rest of the body. സ്പൈനൽ കോഡും റെസ്റ്റ് ഓഫ് ദ ബോഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും, അതേപോലെ വിറ്റൽ ഇമ്പോർട്ടൻ്റ് പ്രോസസ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോസസ്സസ് ലൈക്ക് ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഹിൻഡ് ബ്രെയിൻ ആണ്. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് പറയുന്നത് പോൺസ് ആണ്. സ്ട്രക്ചർ ബൾബസ് ഇൻ ഷേപ്പ് ആയിട്ടുള്ള ഒന്നാണ് പോൺസ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സിറ്റ്സ് റൈറ്റ് അണ്ടർനീത്ത് ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിന് അണ്ടർനീത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ട് ആണ് പോൺസ്. Many axons in the pons cross from one side of the brain to the other. This is the fact, the location. This is in fact the location where axons from each half of the brain cross to opposite side of the spinal cord, so that left hemisphere controls the muscles of right hemisphere side of the body, and right hemisphere controls the left side of the body. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് റൈറ്റ് ഹെമിസ്ഫിയറിനെ കൺട്രോൾ ചെയ്യണത്, ഓപ്പോസിറ്റ് അങ്ങനെയാണ്. അത് നടപ്പിലാക്കുന്ന സെന്റർ ആണ് പോൺസ്. കാരണം പോൺസിത്തെ മെനി ആക്സോൺസ്, പോൺസിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള മെനി ആക്സോൺസ് ലെഫ്റ്റ് ഹെമിസ്ഫിയറിലുള്ള ഈ പോൺസിലെ ആക്സോൺസ് റൈറ്റ് ഹെമിസ്ഫിയറിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ലെഫ്റ്റ് ഹെമിസ്ഫിയർ റൈറ്റ് സൈഡും റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് സൈഡിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പോൺസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ പറയാനുള്ളത് ലൊക്കേഷൻ ലൈസ് ജസ്റ്റ് അബോവ് ദ സ്പൈനൽ കോഡ് ആൻഡ് കുഡ് ബി റിഗാർഡഡ് ആസ് എൻ എൻലാർജ് എക്സ്റ്റൻഷൻ ഓഫ് സ്പൈനൽ കോഡ് ബട്ട് ലൊക്കേറ്റഡ് ഇൻ ദ സ്കൽ. അതായത് നമ്മൾ ഇവിടെ ഈ ഭാഗത്തുള്ളതിനെയാണ് നമ്മൾ മെഡുല്ല ഒബ്ലോങ്കേറ്റ. നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട് ആരെങ്കിലും അടിക്കുമ്പോൾ എന്റെ മെഡുല്ലയ്ക്ക് അടിക്കല്ലേ എന്നൊക്കെ പറയണം. അത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ളൊരു പാർട്ടാണ് മെഡുല്ല. കാരണം മെഡുല്ല എന്ന് പറയുന്നത് നമ്മുടെ വിറ്റൽ റിഫ്ലക്സസ്, അത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫ്ലക്സസ് ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, വോമിറ്റിംഗ്, സലൈവേഷൻ, കഫിങ്, സ്നീസിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മെഡുല്ല നോക്കുന്നത്. അപ്പൊ അവിടെ അത് ഡാമേജ്ഡ് ആയ ബ്രീത്തിങ്ങും ഹാർട്ട് റേറ്റ് ഒന്നും നടക്കില്ല. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പൈനൽ കോഡിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വിചാരിക്കാറുണ്ട്. ബട്ട് നോ, മെഡുല്ല ഒബ്ലോങ്കേറ്റ പറഞ്ഞ സ്കള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. So that is medulla oblongata. Through the cranial nerves which control sensation from the head, muscle movements in the head and much of the parasympathetic output to the organs.
പാരാസിമ്പത്തറ്റിക് ഔട്ട്പുട്ട് എന്തായിരുന്നു? റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആണ്. അതായത് നമ്മുടെ ബോഡി പാർട്സിനൊക്കെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആയതിനൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്ന പരിപാടി, അതിനെ സഹായിക്കുന്നതും മസിൽ മൂവ്മെന്റ്സിന് ഹെഡിന്റെ മസിൽ മൂവ്മെന്റ്സിനൊക്കെ സഹായിക്കുന്ന പാർട്ടാണ് മെഡുല്ല ഓർ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹിൻഡ് ബ്രെയിനിൽ വരുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഡെൻസ് കോറൽ ഷേപ്പ് സ്ട്രക്ചർ വിത്ത് മിനി ഡീപ് ഫോൾഡ്. അത് നമുക്ക് ഇതിൽ നോക്കാം, എവിടെയാണ് സെറിബെല്ലം വരുന്നത് എന്ന് കണ്ടോ. ഇവിടെ ഈ ഒരു പോർഷൻ ആണ് സെറിബെല്ലം. ഡെൻസ് ആയിട്ടുള്ള ഭയങ്കര റിംഗ്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, പോൺസിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് സെറിബെല്ലം നിൽക്കുന്നത്. ഡെൻസ് ആയിട്ടുള്ള കോറൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ ഒരു cerebellum. It's behind the pons. Just like the cortex, it has two hemispheres with a dense layer of gray matter surrounding an inner region of white matter. Okay, അതായത് നമ്മുടെ കോർട്ടെക്സ് പോലെ തന്നെ 2 ഹെമിസ്ഫിയർ ഉള്ളതാണ് സെറിബെല്ലം. 2 പെയർ വരുന്ന പാർട്സ് ആണ് തലാമസ് ആൻഡ് ഹൈപ്പോക്യാമ്പസ്. ഇതാണ് 2 ഹെമിസ്ഫിയർ ഈച്ച് ആയിട്ട് വരുന്നതാണ്. 2 ഹെമിസ്ഫിയർ ഉള്ളത് സെറിബ്രൽ കോർട്ടെക്സ്, അത് കഴിഞ്ഞാൽ സെറിബെല്ലത്തിനാണ് ഉള്ളത്. ഓക്കെ, സെറിബെല്ലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. നമ്മൾ ഈ ഓഡിറ്ററി, നമ്മൾ ചെവിയിലൊക്കെ എന്തെങ്കിലും പറ്റി നമ്മൾ ബാലൻസ് പോകുന്നതൊക്കെ സെറിബെല്ലത്തിന്റെ പ്രശ്നം കാരണം. സെറിബെല്ലം ആണ് ബാലൻസ് ആൻഡ് കോർഡിനേഷന് സെന്റർ എന്ന് പറയുന്നത്. It also contains special neurons called Purkinje cells capable of processing many signals at once due to their highly complex dendrite branches. Specialized ആയിട്ടുള്ള ഒരു ന്യൂറോൺസ് ഉള്ളത് ആർക്കാ? സെറിബെല്ലത്തിന്. പർക്കിൻജെ സെൽ എന്നാണ് അതിനെ പറയുന്നത്. ഒരുപാട് ഡെൻഡ്രൈറ്റ് ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഒരുപാട് സിഗ്നൽസ് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് ഒരുപാട് സിഗ്നൽസ് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ന്യൂറോൺസ് ആണ് പർക്കിൻജെ സെൽസ്. ആ പർക്കിൻജെ സെൽസിൽ തന്നെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? സെറിബെല്ലത്തിലാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അത് എന്താ പറയാ ഒരുപാട് സിഗ്നൽസ് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ കോംപ്ലക്സ് ഡെൻഡ്രൈറ്റ് ബ്രാഞ്ചസ് കൊണ്ടാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടെ നമ്മൾ ഹിൻഡ് ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഫോർ ബ്രെയിൻ കഴിഞ്ഞു. ഇതിന് നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വേറെ 2 പാർട്ടാണ്, ബ്രെയിൻ സ്റ്റം, അതേപോലെ തന്നെ റെറ്റിക്കുലർ ഫോർമേഷൻ. സോ വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റം? It's a structure that connects the cerebrum of the brain to the spinal cord and cerebellum. നമ്മുടെ സെറിബ്രത്തെ സ്പൈനൽ കോഡിനെയും സെറിബെല്ലത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ സ്റ്റം 3 സെക്ഷൻസിനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല, ഇത് 3ആണ് ബ്രെയിൻ സ്റ്റമ്മിലുള്ളത്. ഈ 3ആണ് സെറിബ്രത്തിന് സ്പൈനൽ കോഡിലേക്കും സെറിബെല്ലത്തിലേക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്രെയിൻ സ്റ്റം ആണ് മെയിൻലി ബ്രീത്തിങ്, കോൺഷ്യസ്നസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്. നമ്മൾ മെഡുല്ലേനെ പറഞ്ഞു, മെഡുല ബ്രെയിൻ സ്റ്റമ്മിന്റെ ഒരു പാർട്ടാണ്. ബ്രീത്തിങ്, കോൺഷ്യസ്നസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ഒക്കെ വരുന്നത് ഈ ഒരു ബ്രെയിൻ സ്റ്റമ്മിലാണ്. സോ ബ്രെയിൻ സ്റ്റമ്മിൽ ഡാമേജ് സംഭവിച്ചു എന്ന് പറയുന്നത് ദാറ്റ് ഡെഫിനറ്റ്ലി ലീഡ്സ് ടു ബ്രെയിൻ ഡെത്ത്. കാരണം അവിടെ ഓക്സിജൻ സപ്ലൈ വരില്ല, അവിടെ ബ്ലഡ് എന്താ പറയാ ബ്ലഡ് അക്യുമുലേഷൻ നടക്കില്ല, ഓക്സിജൻ സപ്ലൈ വരില്ല. അതോടുകൂടി ബ്രെയിൻ ഡെത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ബ്രെയിൻ സ്റ്റം ഡാമേജ് ആയാൽ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റെറ്റിക്കുലർ ഫോർമേഷൻ ആണ്. The reticular formation is a diffuse network of interconnected neurons extending throughout the brainstem from the medulla oblongata through pons up to the midbrain. അതായത് ഈ നമ്മുടെ പറഞ്ഞ ഈ ബ്രെയിൻ സ്റ്റം സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ വരുന്ന ഡിഫ്യൂസ് നെറ്റ്വർക്ക് ഓഫ് ഇന്റർകണക്റ്റഡ് ന്യൂറോണിന്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെറ്റിക്കുലർ ഫോർമേഷൻ പറയുന്നത്. അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ നിന്ന് തുടങ്ങി പോൺസിലേക്ക് ചെന്ന് മിഡ് ബ്രെയിനിലേക്ക് പോകും. ഡിസെൻഡിങ് ആയിട്ടാണ് അത് പോകുന്നത്. മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ നിന്ന് തുടങ്ങി പോൺസിലേക്ക് പോയി മിഡ് ബ്രെയിനിലേക്ക് പോകും. ഇത് മെയിൻലി ഫോർ കോൺഷ്യസ്നസ് ആൻഡ് ബ്രെയിൻ ഓവറോൾ ആക്ടിവേഷൻ. ഒരു അറൗസൽ, ആ റെറ്റിക്കുലർ ഫോർമേഷൻ പറയുമ്പോൾ ഒരു അറൗസലാണ് മെയിൻലി ഇത് പറയുന്നത്. ഇത് ഡിസെൻഡിങ് പോർഷനുണ്ട്, അസെൻഡിങ് പോർഷനുണ്ട്. ഡിസെൻഡിങ് പോർഷൻ ഇസ് വൺ ഓഫ് ദ സെവറൽ ബ്രെയിൻ ഏരിയാസ് ദാറ്റ് കൺട്രോൾസ് ദ മോട്ടോർ ഏരിയാസ് ഓഫ് ദ സ്പൈനൽ കോഡ്.
മോട്ടോർ ഏരിയാസ് ഓഫ് ദ സ്പൈനൽ കോഡിന്റെ മോട്ടോർ ഏരിയാസിനെ കൺട്രോൾ ചെയ്യുന്നത് അസെൻഡിങ് പോർഷൻ ആണ്. ഡിസെൻഡിങ് പോർഷൻ ആണ്. അസെൻഡിങ് പോർഷൻ സെൻസ് ഔട്ട്പുട്ട് ടു മച്ച് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ്, സെലക്ടീവ്ലി ഇൻക്രീസസ് അറൗസൽ ആൻഡ് അറ്റൻഷൻ ഇൻ വൺ ഏരിയ ഓർ അനദർ. അറ്റൻഷൻ കൊടുക്കാനും അറൗസൽ കൂട്ടാനുമാണ് അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന്റെ മോട്ടോർ ഏരിയനെ കൺട്രോൾ ചെയ്യാനാണ്. സോ നമ്മൾ ഈ ഒരു പോർഷൻ തീർന്നു. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഫേസ്റ്റ്ലി നമ്മൾ പറഞ്ഞത് ബ്രെയിനിനെ കുറിച്ച്, ന്യൂറോണിനെ കുറിച്ചായിരുന്നു. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ന്യൂറോൺ എന്താണ്, ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്താണ്, ന്യൂറോണിന്റെ ടൈപ്സ്, സെൽ ബോഡി, ആക്സോൺ ഡെൻഡ്രൈറ്റ്സ് പറഞ്ഞു. അതല്ലാതെ നമ്മൾ ന്യൂറോണിന്റെ ടൈപ്സ് പറഞ്ഞു, ബ്ലഡ് ബ്രെയിൻ ബാരിയർ പറഞ്ഞു, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പറഞ്ഞു, സെൻട്രൽ നെർവസ് സിസ്റ്റം. അതില് നമ്മൾ ബ്രെയിനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭയങ്കര ഡീപ്പായിട്ട് തന്നെ നമ്മൾ ബ്രെയിനെ കുറിച്ച് സംസാരിച്ചു. ഓരോ ബ്രെയിൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ആ ഡിവിഷനിൽ ഓരോന്നിൽ എത്ര എണ്ണം ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഫോർ ബ്രെയിൻ പറഞ്ഞു, അതിൽ സെറിബ്രം ഉണ്ട്, തലാമസിനെ കുറിച്ചും ഹൈപ്പോതലാമസിനെ കുറിച്ചും സെറിബ്രൽ കോർട്ടെക്സിനെ കുറിച്ചും ഹിപ്പോകാമ്പസ് ബേസൽ ഗാംഗ്ലിയനെ കുറിച്ച് പറഞ്ഞു. ലിംബിക് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡാല, അതാണ് ലിംബിക് സിസ്റ്റത്തിൽ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാതെ ഹൈപ്പോതലാമസ്, തലാമസ്, ബേസൽ ഗാംഗ്ലിയ ഇതും വരുന്നുണ്ട് ലിംബിക് സിസ്റ്റത്തിൽ. ലിംബിക് സിസ്റ്റത്തിന്റെ സിറ്റുവേഷൻ, അപ്പൊ സിറ്റുവേറ്റഡ് ലിംബിക് സിസ്റ്റം എവിടെ സിറ്റുവേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഫോർ ബ്രെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ മിഡ് ബ്രെയിൻ, ദെൻ ഹിൻഡ് ബ്രെയിൻ. ഇത്രയും കാര്യങ്ങൾ, പോൺസ്, സെറിബെല്ലം, ടെക്ടം, ടെഗ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇറ്റ്സ് സോ കൺഫ്യൂസിങ്. പക്ഷെ മെയിൻലി ആ ഒരു ഡയഗ്രാം വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് മീൻസ്, ഞാൻ ഉദ്ദേശിച്ച ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ളത്, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻടു 2, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അങ്ങനത്തെ ഒരു ഡയഗ്രാം വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അച്ചീവ് ചെയ്യാൻ, പഠിക്കാൻ സുഖമായിരിക്കും, ക്യാച്ച് ചെയ്യാൻ സുഖമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷനും ഫങ്ഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തവണ വായിക്കുക. ബുക്സ് റെഫറൻസ് തന്നിട്ടുള്ള കുറെ ബുക്സ് ഉണ്ട്, അതിൽ ഒരുപാട് തവണ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള കുറെ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.